ഹായ് എല്ലാവർക്കും സുഖല്ലേ. അപ്പോൾ ഇന്ന് ചക്കപ്പേരിയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചിന്ന് വന്നപ്പോൾ ചക്ക പൊട്ടിച്ചേരാൻ വന്നപ്പോൾ ചക്കയ്ക്ക് ഇട്ടൊന്ന് നേരെ പോയി അപ്പുറത്തെ പറമ്പിലേക്ക് എന്നിട്ട് കോണിയൊക്കെ വെച്ചിട്ട് പിന്നെ എടുത്തു ആ ചക്ക. പിന്നെ ഇരുമ്പുള്ളിയൊക്കെ നിറയെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാലത്ത് തന്നെ ഇന്ന് എണിക്കുന്ന പ്രചരണത്തിൻ്റെ ശബ്ദം കേട്ടിട്ടാ. അപ്പോൾ എപ്പോഴും ഇപ്പോൾ റോട്ടിക്കോടെ പ്രചരണത്തിൻ്റെ പിന്നെ ഞാനും മമ്മിയും കൂടി ചക്കയൊക്കെ നന്നാക്കായിരുന്നു. പിന്നെ ഈ പ്രചരണത്തിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് ഓർമ്മ വന്നത്. പണ്ട് ചെറുപ്പത്തിലെ മമ്മിയുടെ വീട്ടിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ജീപ്പിൽ പുതിയ സിനിമയൊക്കെ ഇറങ്ങുന്ന സമയത്ത് ജീപ്പിൽ ഇങ്ങനെ നോട്ടീസ് ഇട്ട് പോകും. അപ്പോൾ ആ നോട്ടീസൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഒരു 10 ലോട്ടറി ഒരുമിച്ച് കിട്ടിയ സന്തോഷമാണ് കേട്ടോ അപ്പോൾ ആവാറ്. പിന്നെ അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു, കുറേ പഴയ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അപ്പോഴേക്കും ഞങ്ങളുടെ ചക്ക നന്നാക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ മമ്മി ഒരു വലിയ കവർ നിറയെ എനിക്ക് ഫ്രീസറിൽ എടുത്ത് വെക്കാനായിട്ട് ചക്ക നന്നാക്കിയൊന്നു, വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും അത് നമുക്ക് ചക്ക വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് നേരം ഒന്നൊരു തണുപ്പ് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധാ വെക്കണമെന്ന് തന്നെ നമുക്ക് ഉപ്പേരി കാച്ചാനായിട്ട് പറ്റും. അപ്പോൾ നന്നാക്കിയപ്പോൾ ഒക്കെ വലിയ ചക്കയായിരുന്നു. അപ്പോൾ കുറച്ച് അരിഞ്ഞ് ഫ്രീസറിൽ വെക്കുകയും ചെയ്തു. പിന്നെ ബാക്കിയുള്ളത് അപ്പോൾ ഇന്നത്തേക്ക് വേണ്ടിയിട്ട് പിന്നെ ഉപ്പേരിക്കായിട്ട് അരിയുകയും ചെയ്തു ഞാനും മമ്മിയും കൂടി ഇരുന്നിട്ട്. പിന്നെ കുത്തുമുളക് ഇട്ടിട്ട് എനിക്ക് മമ്മി കാച്ചുണ്ടാട്ടെ ചക്കയൊക്കെ, എനിക്ക് ചക്കക്കറിയൊക്കെ മമ്മി കാച്ചുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം. വേറെ ഒന്നും ഉണ്ടല്ല, എന്നാലും എനിക്ക് കൂടുതൽ കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ കാച്ചു കഴിഞ്ഞാൽ ഞാൻ കുറവാണ് കഴിക്കുക, മമ്മി കാച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ കഴിക്കും കേട്ടോ. അങ്ങനെ പിന്നെ ചക്ക നന്നാക്കായിരുന്നു കഴിഞ്ഞാൽ കൂടുതലും ഞാൻ എൻ്റെ വായലിക്ക് ചക്ക പോകാറ്. വേറെ ഒന്നും ഉണ്ടല്ല, നന്നാക്കണതിൻ്റെ ഒപ്പം തന്നെ ഞാനും ചക്ക കഴിക്കും ഇരുന്നിട്ട്. പിന്നെ മമ്മി വേപ്പിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ചു, പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞ് പിന്നെ കറി കാച്ചായിരുന്നു. കുത്തുമുളക് ഇട്ടിട്ട് ചക്കുപ്പേരി കാച്ചി. പിന്നെ ഞാൻ കഴിക്കുന്നത് നോക്കിയിട്ട് മമ്മി നിൽക്കുന്നുണ്ട് കേട്ടോ. മമ്മിക്ക് അത് ഭയങ്കര സന്തോഷം. ടേസ്റ്റ് നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയണ കേൾക്കാൻ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മമ്മി വെക്കുന്ന കറികൾക്ക് ഞാൻ സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു മമ്മിയുടെ അടുത്ത്. പിന്നെ ചക്കപ്പേരി മാത്രം കൂട്ടി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാം. പിന്നെ എൻ്റെ ഫേവറേറ്റ് പഴഞ്ചോറും ആ തണുത്ത ചോറിലെ തൈരും പിന്നെ ചൂനിയൻ മുളകും ചട്ടക്കറിയും ഒക്കെ ഇട്ടിട്ട് കൂട്ടി മഴയ്ക്ക് കഴിച്ചിട്ടില്ല എനിക്കൊരു സമാധാനം കിട്ടി. എനിക്ക് പലഹാരത്തിനേക്കാളൊക്കെ ഇഷ്ടം ചോറാട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ ബൈ.